ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പൂസ് വേൾഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ നിർത്താത്തിട്ടോ. എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചുരമൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് എത്തിയിട്ടോ. ഏട്ടന് മോളതാ നടന്നു പോകുന്നുണ്ട്. ഭയങ്കര വെയിലായതുകൊണ്ട് മക്കളൊക്കെ ക്ഷീണിച്ച്. ഭയങ്കര ചൂടല്ലേ, വയനാടിനെക്കാട്ടും ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പല കടകളിലൊക്കെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മക്കൾക്ക് വേണ്ടിയിട്ടോ. പിന്നെ അവർക്ക് ടോയ്സ് നോക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ ഡ്രസ്സാണ്. അവർക്ക് കടലിൽ പോയിട്ട് ഒരേപോലത്തെ, അവർക്ക് എന്തെടുത്താലും ഒരേപോലെ ഉള്ള ഡ്രസ്സ്, ടീഷർട്ട്സൊക്കെ വേണം. അങ്ങനെ അതെടുത്തു. പിന്നെ അവർക്കിപ്പോൾ ടോയ്സ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ബീച്ചെത്തിട്ടോ. കാറ് വെക്കാനുള്ള പാർക്കിംഗ് ഏരിയ നോക്കാനായിട്ട്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, അങ്ങനെ ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഇതാട്ടോ എൻ്റെ ഫാമിലി. ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടലിലെത്തി. ചവിട്ടാനേ പറ്റില്ല, അത്രയ്ക്കും ചൂടാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പാർക്കൊന്നുമില്ല ഇങ്ങനെ. ആദ്യം ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായത്. വെയിലത്ത് നോക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റണം ഇനി. അവർക്ക് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് കടലിൽ കളിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ മക്കളൊക്കെ കളിച്ച് കഴിഞ്ഞ് ഇതാട്ടോ വ്യൂ, കോഴിക്കോടിൻ്റെ വ്യൂ. അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് വ്യൂ ഒക്കെ കാണിച്ച്, ഞങ്ങൾക്ക് വെയിലത്ത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ തണുത്ത് പോയിരുന്നതാണ്. അങ്ങനെ 3 മക്കളും ഏട്ടനും കൂടി കളിച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വരുന്നതാണ്. നനഞ്ഞ കോഴികളെ പോലെയുണ്ട്, എന്താ ചിരി. അങ്ങനെ ഇനി അവരെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവർ മരച്ചവിട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇരുന്നിട്ട് സൺസെറ്റിന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഏട്ടനും മക്കളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാട്ടോ കുറച്ച് സമാധാനമായേ. കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞല്ലോ, കുറച്ച് ഇങ്ങനെ തണുപ്പ് വരുന്നുണ്ട്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. സൺസെറ്റ് ആവാറായി. ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങളിവിടുന്ന് 8 വയസ്സപ്പോൾ വയനാട് ചുരം കയറാനായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.